എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. നമ്മുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 26-നാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? ഉത്തരം 1950 ജനുവരി 26-ാം തീയതി. 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ചടങ്ങിൻ്റെ മുഖ്യാതിഥിയാവുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം പ്രബോവോ സുബിയാന്തോ. 2026 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 77-ാമത്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. 2023 റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിച്ചിരുന്ന ഫ്ലോട്ടിൻ്റെ വിഷയം എന്തായിരുന്നു? ഉത്തരം സ്ത്രീ ശാക്തീകരണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എപ്രകാരമാണ്? ഉത്തരം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ദിനം ഏത്? ഉത്തരം 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരായിരുന്നു? ഉത്തരം നന്ദലാൽ ബോസ്. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം അഹമ്മദ് സുകാർണോ. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം അമേരിക്കൻ ഭരണഘടന. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ജനക്ഷേമ രാഷ്ട്രം. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സിംഹമുദ്ര. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം രാഷ്ട്രപതി ഭവനിൽ നിന്ന്. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം വിജയ് ചൗക്കിൽ വച്ച്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം MN റോയ്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഡോക്ടർ പൽപു. 1950 ജനുവരി 25. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹിയിൽ. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 30 വയസ്സ്.
ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? ഉത്തരം അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരായിരുന്നു? ഉത്തരം പ്രേം ബിഹാരി റൈസാദ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജെയിംസ് മാഡിസൺ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഉത്തരം വന്ദേ മാതരം. രചിച്ചത് ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത്? ഉത്തരം സംസ്കൃതം. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം KM മുൻഷി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയുടെ പേര് എന്ത്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഗ്രീസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം മൈക്കിൾ ഓഡയർ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ നാവികസേനയുടെ മാർച്ച് നയിച്ച ആദ്യ മലയാളി വനിത ആര്? ഉത്തരം ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായർ. ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്ന്? ഉത്തരം 1946 ഡിസംബർ 11. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് എന്തായിരുന്നു? ഉത്തരം 1946 വന്ന ക്യാബിനറ്റ് മിഷൻ. ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയത് ഏത് രാഗത്തിലാണ്? ഉത്തരം ശങ്കരാഭരണം. ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്തുള്ള സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ്? ഉത്തരം ദേവനാഗിരി ലിപിയിൽ. ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന്? ഉത്തരം 1950 ജനുവരി 26. ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ഉത്തരം ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്ന്. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1947 ജൂലൈ 22. റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡിൻ്റെ പേര് എന്ത്? ഉത്തരം ധീരതാ പുരസ്കാരം. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത്? ഉത്തരം 395 അനുച്ഛേദങ്ങൾ. ഇന്ത്യൻ ദേശീയ പുഷ്പം ഏത്? ഉത്തരം താമര. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? ഉത്തരം മയിൽ.
ഇന്ത്യയുടെ ദേശീയ നദി ഏത്? ഉത്തരം ഗംഗാ നദി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം പേരാൽ. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം കടുവ. ഇന്ത്യയുടെ ദേശീയ ഫലം ഏത്? ഉത്തരം മാങ്ങ. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം നാഗാലാൻഡ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം മുണ്ടകോപനിഷത്ത്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം നൗറു. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏതു രാജ്യത്ത് നിന്നാണ്? ഉത്തരം ഫ്രാൻസിൽ നിന്ന്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം സാൻ മരീനോ. റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഉത്തരം റെസ്പബ്ലിക്. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം ഷാജഹാൻ ചക്രവർത്തി. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. അപ്പോൾ കൂട്ടുകാർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ അറിയിച്ചുകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.